എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ അപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പം എന്താണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ് എന്നുള്ളതാണ്. അപ്പം ഏത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. റിട്ടുകളെ കുറിച്ചാണ് കേട്ടോ. പ്രധാനപ്പെട്ട നമ്മുടെ റിട്ടുകളുണ്ടല്ലോ, ആ റിട്ടുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് റിട്ട് എത്രമാത്രം റിട്ടുകൾ പഠിക്കുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അത് എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ഓപ്ഷൻസ്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്യോ വാറന്റോ, പ്രൊഹിബിഷൻ. അപ്പം ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? അത് ക്യോ വാറന്റോ ആണ് അല്ലേ, ക്യോ വാറന്റോ ആണ്. അപ്പം നോക്കിയേ, നമ്മുടെ റിട്ടുകളെ ഒന്ന് നമുക്ക് ശരിക്കും ഒന്ന് പഠിക്കാം. അപ്പം ഇനി ഞാൻ കേട്ടിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഇത് കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോകണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് റിട്ട്? റിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ നമുക്ക്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത് അല്ലേ. നോക്കിയേ, ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഈ റിട്ടുകളെ കുറിക്കുന്ന എല്ലാ പദങ്ങളും ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ഒരു റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെ എടുത്തിട്ടുള്ളത്. ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേ? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോണേ. അതുപോലെ തന്നെ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് അല്ലേ. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എടുത്തിട്ടുള്ളത്. നോക്കിയേ, ഏതൊക്കെയാണ് നോക്കിയേ റിട്ടുകൾ നോക്കാം നമുക്ക്. റിട്ടുകൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം റിട്ടുകൾ ഏതൊക്കെയാണെന്ന്. ഹേബിയസ് കോർപ്പസ്, ക്യോ വാറന്റോ, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യററി. ഹേബിയസ് കോർപ്പസ്, ക്യോ വാറന്റോ, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യററി. ഇതാണ് എന്ത്? ഈ റിട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഒരു എന്താണ് ക്യോ വാറന്റോയുടെ സവിശേഷത തന്നിട്ട് അതിനകത്ത് പെടുന്ന റിട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ റിട്ടുകൾ ഓരോന്നിൻ്റെ ഈ സവിശേഷതകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് കാണാതെ തന്നെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കുക. എന്താണെങ്കിലും റിട്ടും അതിൻ്റെ സവിശേഷതയും നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് ഏതാണ് ഈ പറയുന്ന സവിശേഷതയിൽപ്പെട്ട റിട്ട് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഓപ്ഷൻ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവിശേഷത നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് എന്ത്? ഈ ക്യോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ ഹേബിയസ് കോർപ്പസിന്റെ സവിശേഷത എന്താണ്, മാൻഡമസിന്റെ സവിശേഷത എന്താണ്, പ്രൊഹിബിഷൻ എന്താണ്, സെർഷ്യററി എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ നോക്കിയേ, നമ്മൾ റിട്ടുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. റിട്ട് ഏത് ഭാഷയിലാണ്? റിട്ടിനെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എന്താണ് റിട്ട്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. റിട്ട് ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെർഷ്യററി, പ്രൊഹിബിഷൻ, ക്യോ വാറന്റോ ഒക്കെയാണ് എന്ത്? ഈ റിട്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമുക്ക് ഓരോ റിട്ടിൻ്റെയും പ്രത്യേകത, സവിശേഷത എന്താണെന്ന് നോക്കാം. ആദ്യം നോക്കിയേ, അതിനു മുമ്പ് ശ്രദ്ധിച്ചേ, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് അനുച്ഛേദമാണ്? അത് 32-ാം അനുച്ഛേദമാണ് കേട്ടോ. 32-ാം അനുച്ഛേദമാണ്. അതായത് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് അനുച്ഛേദമാണ്? അത് 32-ാം അനുച്ഛേദമാണ്. കേട്ടിരുന്നാൽ തന്നെ നമുക്ക് പകുതി മനസ്സിലാവും. ശ്രദ്ധിച്ചേ, മൗലിക അവകാശങ്ങളിൽ
മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. ഇനി നോക്കിയേ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ല, ഒരു പോയിന്റ് ആണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്നുള്ളതാണ് കേട്ടോ. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? അത് 226-ാമത്തെ അനുച്ഛേദം അനുസരിച്ചാണ്. 226-ാമത്തെ അനുച്ഛേദം അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ചോദിക്കുകയാണ്, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതില് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കണം. 226 226 റിട്ട് പുറപ്പെടുവിക്കുന്നത്, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 226-ാമത്തെ അനുച്ഛേദം അനുസരിച്ചാണ്. ഇനി നോക്കിയേ, ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അത് മാഗ്ന കാർട്ടയിലാണ് കേട്ടോ. മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. എവിടെയാണത്? മാഗ്ന കാർട്ടയിലാണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. നോക്കിയേ, പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് എന്ത്? ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇത് എന്താണ്, കേട്ടിട്ട് 2ഉം 3ഉം ഒക്കെ എഴുതുന്നവർക്ക് എന്താണ് ഉപകാരപ്പെട്ടൊരു ക്ലാസ് ആണ് കേട്ടോ. അത് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് റിട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. എന്താണ് മാഗ്ന കാർട്ട? അതായത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അത് മാഗ്ന കാർട്ടയിലാണ്. മാഗ്ന കാർട്ട എന്താണ്? അത് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള, പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖയാണ് എന്ത് എന്ന് പറയുന്നത്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ മാഗ്ന കാർട്ട, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? ഈ മാഗ്ന കാർട്ടയിലാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്തത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചിട്ട് റിട്ടുകൾ ഇങ്ങനെ ഓപ്ഷൻ ABCD ഓപ്ഷൻസ് തരികയാണ്. ക്യോ വാറന്റോ, പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ്, സെർഷററി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് തരികയാണെങ്കിൽ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കണം. ഏതാണ്? ഹേബിയസ് കോർപ്പസ് എന്ന് അതിൽ നിന്ന് ആൻസർ എടുക്കാനായിട്ട് സാധിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ഭാഗങ്ങളും റിട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. എന്താണ് മാഗ്ന കാർട്ട? പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖയാണ് എന്ത്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അത് മാഗ്ന കാർട്ടയിലാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, ഏതുറക്കത്തിലും പറയാൻ സാധിക്കണം. ഇനി നോക്കിയേ, അടുത്ത നോക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അത് ലാറ്റിനാണ്. നമ്മൾ പറഞ്ഞു റിട്ടുകളെ കുറിക്കുന്ന പദങ്ങള് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അത് ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലേ? എന്താണ്? റിട്ടുകളെ സൂചിപ്പിക്കുന്ന എല്ലാ പദങ്ങളും എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അത് ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അത് ലാറ്റിൻ വേർഡാണ്. ഹേബിയസ് കോർപ്പസ്, സെർഷററി, ക്യോ വാറന്റോ, പ്രൊഹിബിഷൻ, മാൻഡമസ് എല്ലാം ഏത് വാക്കാണ്? ലാറ്റിൻ വേർഡാണ് കേട്ടോ. ഇനി നോക്കിയേ, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി നോക്കിയേ, നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ട് ഏതാണ്?
ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മൾ ഹേബിയസ് കോർപ്പസിന്റെ സവിശേഷതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ്? ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അത് മാഗ്ന കാർട്ടയിലാണ്. എന്താണ് മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഇനി നോക്കിയേ, നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ട്. നമ്മൾ പറഞ്ഞു വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നമുക്ക് എളുപ്പം പഠിക്കാവുന്നതാണ് അല്ലേ? ഒന്ന് വ്യക്തി സ്വാതന്ത്ര്യം, ഇവിടെ എന്താണ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നത്, അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണല്ലേ? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പം 2 പോയിന്റ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു. ഒന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേന് ഇത് കൃത്യമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഹേബിയസ് കോർപ്പസ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 2 വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അല്ലേ? എന്താണ്? ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള റിട്ടാണ്. അപ്പോൾ ഇതിന് ഉത്തരം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിന്റെ ഏതാണ് ഇതിന്റെ റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട്, നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറയും. ഇനി പറ്റും. ഇനി നോക്കിയേ, അടുത്ത നോക്കാം. മാൻഡാമസ് റിട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള റിട്ട് ഏതാണ്? എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തത് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് മാൻഡാമസ് ആണ് കേട്ടോ. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡാമസ് ആണ്. ഇനി നോക്കിയേ, മാൻഡാമസിന്റെ ഒരു പ്രത്യേകത നോക്കാം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് എന്ത്? മാൻഡാമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡാമസ് എന്ന് പറയുന്നത്. നോക്കിയേ, നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡാമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡാമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു. മനസ്സിലായോ? ഇനി നോക്കിയേ, എന്താണ് ക്യോ വാറന്റോ? നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടു അല്ലെ ക്യോ വാറന്റോ എന്താണെന്ന്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ഏത്? ക്യോ വാറന്റോ എന്ന് പറയുന്നത്. കേട്ടോ, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ഏത്? ക്യോ വാറന്റോ. നമ്മൾ പദത്തിന്റെ അർത്ഥം പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ശരിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ക്യോ വാറന്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്തധികാരം എന്നാണ് ക്യോ വാറന്റോ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം. എന്താണ്? എന്ത് അധികാരം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ക്യോ വാറന്റോ. ക്യോ വാറന്റോയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്ത് അധികാരം. ഇനി റിട്ട് അറിയത്തില്ല എന്ന് ആരും പറയരുത് കേട്ടോ, റിട്ടുകള്. ഇനി നോക്കിയാൽ അടുത്തത് എന്താണ്? പ്രൊഹിബിഷൻ എന്താണ് എന്ന് നോക്കാൻ പോവാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് എന്ത് എന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്താണ്? നിയമവിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള വിചാരണ തടയാൻ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് എന്ത് എന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കേട്ടോ, വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ സവിശേഷതയാണ്. നോക്കിയേ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായിട്ട് തടയുന്നതിനുള്ള റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്താണ്? നിയമവിരുദ്ധവും
നീതിരഹിതവുമായിട്ടുള്ള വിചാരണ തടയാൻ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് എന്ത് എന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത്, വളരെ എളുപ്പമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊഹിബിഷൻ കണ്ടു, നമ്മൾ ഹേബിയസ് കോർപ്പസ് കണ്ടു, മാൻഡമസ് കണ്ടു, ക്യോ വാറന്റ് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെർഷററി ആണ് കേട്ടോ. സെർഷററി ആണേ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? ഒരു എന്താണ് കേസ് കീഴ്ക്കോടതിയിൽ നിന്നും അത് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? സെർഷററി എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് സെർഷററി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റിട്ടുകളാണിന്ന് നോക്കിയതല്ലേ, പ്രധാനപ്പെട്ട റിട്ടുകൾ. അപ്പോൾ കേറ്ററ്റിന് പോകുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് റിട്ടുകളൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. നമുക്കിനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം മാക്സിമം എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യുക, ഇത്തരം ക്ലാസ്സുകൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ ടെലഗ്രാമിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.